കൊള്ളാലോ, നമുക്ക് ഇതിനകത്ത് തരാൻ പറഞ്ഞാൽ ഇനി എല്ലാ പിള്ളേർക്കും കിട്ടില്ല. 14 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം ഉപയോഗിക്കുന്ന ഡ്രോണാണ്. വിളിക്കുമല്ലോ, ഞാൻ കയറിയിരുന്ന കുഴപ്പമുണ്ടോ? ഇത് ഇലക്ട്രിക് വല്ലതും ആണോ അല്ലെങ്കിൽ തള്ളിക്കൊണ്ടോ? ബാറ്ററി ആണോ? അപ്പോൾ അതെ ടെന്റ് കണ്ട, 4 പേരുടെ ടെന്റ് കണ്ട. ഇടയ്ക്ക് നമുക്ക് കാറിനകത്ത് എല്ലാ ഡിക്കിലും നമുക്കിത് കാറിലൊക്കെ ഇങ്ങനെ ഒടിച്ച് മടക്കി നൈസായിട്ട് കൊണ്ടുപോകാം. എക്സസൈസ് ചെയ്യാലോ. മുന്നിക്ക് ഓ അങ്ങനെയാണോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ കണ്ണൂർ പോവായിരുന്നു, ഒരു ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് വന്നാണ്. ഇവിടെ വരാനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഷോറൂം ഉണ്ട്, ഒരു സ്പോർട്സിൻ്റെ ഷോറൂമാണ്. എല്ലാ ബ്രാൻഡുകളും ഇവിടെ കിട്ടും എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബോവിഡേ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കടയും കൂടി ഉണ്ടാ. ഞാൻ പിന്നെ ഒരു ഫിറ്റ്നസ് പരിപാടിക്ക് ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട്, പ്രത്യേകിച്ച് ഈ ഡംബൽ പോലത്തെ സാധനമൊക്കെ ഒന്ന് മേടിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ഫിറ്റ്നസ് പരിപാടിയൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇവിടെ വന്നതാണ്. എന്തായാലും കണ്ണൂർ പോകണതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ കാണുകയും ചെയ്യാം, പുള്ളിയുടെ ഷോപ്പൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യാം. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ബോവിഡേ എന്ന് പറഞ്ഞിട്ടുള്ള പെരിന്തൽമണ്ണയിലെ സ്പോർട്സ് ഷോറൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. അടിപൊളിയാണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇതാണ് ഓക്കെ. അപ്പോൾ ഇത് സിയ, നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അതുപോലെ തന്നെ ബോവിഡയുടെ സിഇഒയും കൂടിയാണ്, സിഇഒ ഓണർ ഒക്കെയാണ്. പിന്നെ സാറ് മാനേജർ അല്ലേ? വിനോദ്. അതുപോലെ ബീന ഓക്കെ, സൂപ്പർവൈസറാണ്. അപ്പോൾ നമുക്ക് ഈ കടയൊക്കെ ഒന്ന് അരിച്ചു പറിക്കാൻ കണ്ടാലോ? ഓക്കെ വാ. അപ്പോൾ അതെ നമ്മുടെ സൈക്കിളിൻ്റെ സെക്ഷൻ കേട്ടോ. നമ്മുടെ കൊച്ചിയിൽ തേരാപ്പാര ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഒരു സൈക്കിൾ ഇവിടെ നിന്ന് എടുക്കാം. എത്ര രൂപയൊക്കെ വരുന്നുണ്ട് സ്റ്റാർട്ടിങ്? അഡൽട്ട് സൈസ് ഗിയർ സൈക്കിൾ അങ്ങനെ ഒരു 16,000-17,000 തുടങ്ങും. 16,000 ഗിയർ സൈക്കിൾസ് ആയിരിക്കും. നോൺ ഗിയർ സൈക്കിൾസ് ഒരു 9,000 to 14,000 റേഞ്ച് വരും. ഇതെല്ലാം ഏതൊക്കെ കമ്പനിയാ? ഫയർഫോക്സ് ഉണ്ട്, 91 ഉണ്ട്, പിന്നെ ബോവിയുടെ സ്വന്തം ബ്രാൻഡ് ഉണ്ട്, റാലി, സൺക്രോസ്, 91, അങ്ങനെ പല ബ്രാൻഡ്സ് ഉണ്ട്. ഒരു 6 to 7 ഡിഫറെന്റ് ബ്രാൻഡ്സ് ഉണ്ട് അഡൽട്ട് സൈക്കിൾസിൽ. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ ഉണ്ടല്ലേ. മൾട്ടി ബ്രാൻഡ്സ് ആണ്. ചില കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റ ബ്രാൻഡൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പല ബ്രാൻഡുകൾ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. എന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പല ബ്രാൻഡുകളും ഉണ്ട്, പല റേഞ്ചുകളും ഉണ്ട്. സോ എല്ലാ കസ്റ്റമർക്കും ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്സ് ഉണ്ട്. എല്ലാ ആൾക്കാർക്കും പ്രൈസ് റേഞ്ചസ് അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ആണ്. ചേട്ടൻ്റെ പേര് രാധാകൃഷ്ണൻ ആർക്കെ എന്നറിയപ്പെടും. അറിയപ്പെടും അല്ലേ? ചേട്ടന് ഈ ഒരു ഷോപ്പിലെ സൈക്കിളിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്, മെക്കാനിക്കൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഇവരുടെ തന്നെ വോൺ ബ്രാൻഡാണ് കേട്ടോ. ബോവിഡയുടെ ഒരു സൈക്കിളാണ്, ഗിയർ സൈക്കിളാണ്. ചേട്ടാ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ എത്ര ഗിയർ ഉണ്ട്? ഇത് 8 ഗിയറാണ്, ബാക്ക് മാത്രമേ ഗിയർ ഉള്ളൂ. നമ്മുടെ ഓൺ ബ്രാൻഡാണ്. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ബാക്കും ഫ്രണ്ടും ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. അതേപോലെ ബോഡി വന്ന് 6061-ന്റെ അലുമിനിയം അലോയ് ആണ് വരുന്നത്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് സൈക്കിൾസ് വരുന്നത്. വീല് രണ്ടും അടിപൊളി. ഇതിന്റെ പ്രത്യേകത ഹാൻഡിൽ ബാർ, സ്റ്റെമ്മ്, വീൽ, റിമ്മ്, അതേപോലെ ബോഡി, ക്രാങ്ക് ടോട്ടൽ അലുമിനിയം അലോയ് ആണ്. എല്ലാം അലുമിനിയം. പിന്നെ ഷിമോനോന്റെ ഒറിജിനൽ ഗിയർ സിസ്റ്റം ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വേൾഡ് മാപ്പിന്റെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഇലക്ട്രിക് സൈക്കിളാണ്. ഇതിന്റെ പ്രത്യേകത പറയട്ടെ. ഇതിന്റെ പ്രത്യേകത ഇതും അതേപോലെ ബോഡി വന്ന് അലുമിനിയം അലോയ് ആണ്. 6061-ന്റെ അലോയ് ആണ് വരുന്നത്. ബാക്കിലാണ് ഇതിന്റെ ഹബ് മോട്ടറാണ് വരുന്നത്. മോട്ടർ ഇവിടെയാണ്, ബാറ്ററി ഇതാണ് വരുന്നത്. അതിൽ ഫുൾ ചാർജ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് 45 കിലോമീറ്റർ ഓടിക്കാം. ആക്സിഡന്റിൽ തന്നെ നമുക്ക് റൺ ചെയ്യാം. അല്ലാതെ പെഡലിംഗ് ചെയ്യാം, പെഡൽ സപ്പോർട്ടിംഗ് ഉണ്ട്. താക്കോല് നമുക്ക് ബാറ്ററി ഊരി എടുക്കാൻ വേണ്ടിയിട്ട്. അതെ, ബാറ്ററി നമുക്ക് എവിടെയെങ്കിലും അകത്ത് കൊണ്ടായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതാണ് ഇതിന്റെ ഓൺ. ഇത് താക്കോല് വേണ്ട, ഇതിലാണ് ഇതിന്റെ ഡിസ്പ്ലേ ഓൺ വരുന്നത്. ഡിസ്പ്ലേ ഓൺ ആക്കിയാൽ മാത്രമേ നമുക്ക് സപ്പോർട്ടിങ് കിട്ടുള്ളൂ. ഇതിനകത്ത് എന്തൊക്കെ അറിയാൻ പറ്റും? ഇതിൽ നമുക്ക് സ്പീഡ് അറിയാൻ പറ്റും, കിലോമീറ്റർ എത്ര ഓടിയെന്ന് അറിയാൻ പറ്റും. അതേപോലെ ബൈക്കിന്റെ ആ ഒരു സെക്ഷൻ തന്നെയാണ്. സൈക്കിള് അത്യാവശ്യം സൈക്കിൾ ഓടിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ചെറിയൊരു 50-60 കിലോമീറ്റർ ഓടിക്കുന്ന ആൾക്കാർക്ക് വളരെ സപ്പോർട്ടിംഗ് ആണ്. ചവിട്ടും ചെയ്യാം, എക്സസൈസും ആയി, അല്ലാതെ മോട്ടർ വർക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ. 72,000 രൂപ വരുന്നു. 72,000 ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് 65,670. ഏകദേശം ഒരു 65,000 രൂപയോളം വില വരുന്ന സൈക്കിളാണ്. നേരത്തെ കണ്ടതിന് എത്ര? ഇതിന് ഏകദേശം 22,500 രൂപ റേറ്റ് വരുന്ന സൈക്കിൾ. നമ്മുടെ ബ്രാൻഡ് തന്നെ, ഓൺ ബ്രാൻഡാണല്ലേ? ഓക്കെ. ഇത് ഇവരുടെ തന്നെ ബോവിഡയുടെ ഇത് ഹൈഡ്രോളിക് ബ്രാൻഡാണ്. നല്ല കളറ്, മഞ്ഞ കളറ്. ഈ സൈക്കിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒടിച്ചു മടക്കി എടുക്കാം അല്ലേ? കാറിൽ കിട്ടുന്നുണ്ട് വന്നോളേ.
മെട്രോയിൽ എല്ലാത്തിലും ഓടിച്ച് മടക്കി കൊണ്ടുപോകാൻ പറ്റുന്ന സൈക്കിളാണ്. ഇത് ഇലക്ട്രിക് തന്നെയാണ്. ഇലക്ട്രിക് തന്നെ. ഓ, അവിടെ ഒരു ഇതുണ്ട്, ലോക്ക്. അടിപൊളി. മടക്കി നമുക്ക് കാറിനകത്ത് എല്ലാ ഡിക്കിലും നമുക്ക് ഇത് കാറിലൊക്കെ ഇങ്ങനെ ഒടിച്ച് മടക്കി നൈസായിട്ട് കൊണ്ടുപോകാം. ഇത് ബാറ്ററി വരുന്ന ഇതിൻ്റെ ബാറ്ററി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 80,000 രൂപ വരുന്ന ഒരു സൈക്കിളാണ് കേട്ടോ, ഇലക്ട്രിക്. സ്കേറ്റിങ്ങിൻ്റെ ഒരു സെക്ഷനാണല്ലേ, സ്കേറ്റിംഗ് ഷൂകളില്ലേ? സ്കേറ്റിംഗിൻ്റെ 3 തരം ഇതുണ്ട് അവിടെ. ഒന്ന് സ്കേറ്റിംഗ് ഷൂസ് ആണ്. ഓക്കെ, അതിൽ 4 വീൽസ് വരുന്നുണ്ട്. പിന്നെ സ്കേറ്റിംഗ് ബോർഡ്സ് ഉണ്ട് ഇവിടെ, സ്കേറ്റിംഗ് ബോർഡ്സ്. പിന്നെ വരുന്നത് ഇൻലൈനേഴ്സ് എന്ന് പറയുന്നത്, അത് ആ ഫസ്റ്റ് സെക്ഷൻ ഉണ്ട്. ഇൻലൈനേഴ്സ് എന്നാണ് അതിനെ പറഞ്ഞത്. ഇൻലൈനേഴ്സ് സ്കേറ്റിംഗ് ഷൂവിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. സ്കേറ്റിംഗ് ഷൂവിന്റെ 3 തരം ഇതുണ്ട്. 1 ഇൻലൈനേഴ്സ് ആണ്, ഒന്ന് നോർമൽ സ്കേറ്റിംഗ് ഷൂസ്, പിന്നെ സ്കേറ്റിംഗ് ബോർഡ്സും ഉണ്ട്. ഈ സെക്ഷൻ സ്വിമ്മിംഗ് സെക്ഷനാണ്. ഇതിൽ നിങ്ങൾക്ക് സ്വിമ്മിങ്ങിന്റെ ക്യാപ്സും ഇയർ പ്ലഗ്സും പിന്നെ ഡൈവിങ്ങിന്റെ നോർക്കിൾസും ലൈഫ് ഗാർഡ് സപ്പോർട്ട് അതെല്ലാം ഉണ്ട്. ഗോഗിൾസ് എല്ലാം അതിലുണ്ട്. A to Z സ്വിമ്മിങ്ങിന്റെ എല്ലാ സാധനങ്ങളും, ഇയർ സപ്പോർട്ട് ഉണ്ട്, നോസ് ക്ലിപ്സ് ഉണ്ട്, ക്യാപ്സ് ഉണ്ട്, ഗോഗിൾസ് ഉണ്ട്, എല്ലാം അതിൽ കിട്ടും ഇവിടെ. അപ്പുറത്ത് അതിനുള്ള കോസ്റ്റ്യൂംസ്, ബോയ്സ് ആൻഡ് ഗേൾസിൽ കോസ്റ്റ്യൂംസ് ആണത്. സ്വിമ്മിംഗ് ട്രങ്ക്സും സ്വിംവെയർ, എല്ലാ ടൈപ്പുള്ള എല്ലാം ഫോർ ഓൾ ദി ഏജസ്, എല്ലാ ഏജും സാധനങ്ങളും ഇവിടെ. ഇത് ഷൂസിന്റെ സെക്ഷനാണത്. ഇത് ഷൂസിന്റെ സെക്ഷൻ ബേസിക്കലി പിരിക്കുവാണെങ്കിൽ നമ്മൾ അത്ലറ്റിക്സ് റണ്ണിങ്ങിന് ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഇതൊക്കെ ബാഡ്മിന്റൺ ഷൂ സെക്ഷനാണ്. ബാഡ്മിന്റൺ ഷൂസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ സോള് ഇത് നോൺ മാർക്കിംഗ് ഷൂ എന്ന് പറയും. ഇതിട്ട് കളിക്കുമ്പോൾ കോട്ടിൽ മാർക്സ് വീഴില്ല. അത് നോൺ മാർക്കിംഗ് ഷൂ എന്ന് പറയും. ഇവിടുന്നുള്ള ബേസിക് അത്ലറ്റിക് റണ്ണിങ്ങിനും ജോഗിങ്ങിനും വാക്കിങ്ങിനുള്ള ഷൂസ് ആണ് അതൊക്കെ. ഇത് ഓരോരോ ബ്രാൻഡ് ഉണ്ട്. വി സ്റ്റാർട്ട് വിത്ത് സെഗ, പിന്നെ ആൻസ, പിന്നെ റീബോക്ക്, അഡിഡാസ്, എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ഫെബ്രുവരി ആകുമ്പോഴേക്കും ഇനി ഒരു 2 more ബ്രാൻഡ്സ്, അതായത് പൂമ, സ്കെച്ചേഴ്സ് അതുകൊണ്ട് വരും, സാധനം വരാൻ ബാക്കിയുണ്ട്. ഇവിടെ കണ്ട ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഫുട്ബോളിൻ്റെ സെക്ഷൻ ഉണ്ട്. അതുപോലെ ടെന്നീസിൻ്റെ സെക്ഷൻ, ബാഡ്മിൻ്റൺ ബാറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ സ്കേറ്റിങ്ങിൻ്റെ നമ്മൾ നേരത്തെ കണ്ട്. പിന്നെ ക്രിക്കറ്റിൻ്റെ സെക്ഷനിൽ ഒരുപാടുണ്ട്. ഇതൊക്കെ ഹെൽമെറ്റൊക്കെ ഇരിക്കുന്നതൊക്കെ ബാറ്റുകൾ. ഈ ഒരു ഭാഗം ഫുള്ള് ക്രിക്കറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. അതുപോലെ സ്വിമ്മിങ്ങിൻ്റെ സെക്ഷൻ നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ ഫുട്ബോളിൻ്റെ ഷൂസൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ക്രിക്കറ്റിൻ്റെ ബൂട്ടുകളാണല്ലേ. ക്രിക്കറ്റിൻ്റെ ഷൂസ്, അതായത് SGൻ്റെ ഉണ്ട്, SS ഉണ്ട്, നിവ്യയുടെ ഉണ്ട് ബ്രാൻഡ്, വെക്ടറിൻ്റെ ബ്രാൻഡ് ഉണ്ട്. അത് കുറച്ച് ക്രിക്കറ്റ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മുഴുവൻ ഫുട്ബോൾ ബൂട്ട്സ് ആണ്. അത് കംപ്ലീറ്റ് ക്രിക്കറ്റിൻ്റെയാണ്. അതുപോലെ തന്നെ ഈ സൈഡ് മൊത്തം ഫുട്ബോളിൻ്റെ ബൂട്ടുകളാണ് ഇരിക്കണത്. ഫുട്ബോൾ ബൂട്ട്, യെസ്, അടിപൊളി, നല്ല കളർഫുൾ ആണല്ലോ. അത് ടർഫിന് കളിക്കുന്ന ബൂട്ട്സും ഉണ്ട്, നോൺ ടർഫ് കളിക്കുന്ന ബൂട്ട്സും അങ്ങനെ ഉണ്ടല്ലേ. എല്ലാ ടൈപ്പ് ബ്രാൻഡുകളുണ്ടോ? എല്ലാ ടൈപ്പ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 8-10 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബ്രാൻഡ്സ് ഉണ്ട്. നിവ്യ, ആൻസ, സെഗ, അങ്ങനെ. പിന്നെ ഓരോരോ ബ്രാൻഡിൽ അതിന് സബ് ബ്രാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് വന്നേക്കുന്നത് ബോക്സിംഗ് സെക്ഷനിലോട്ടാണ് എത്തിക്കുന്നത്. ബോക്സറാണോ? ശരി, ബോക്സിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പണ്ട് ബോക്സിങ്ങിന് പോയിരുന്നു. കിക്ക് ബോക്സിങ്ങിനും പഠിച്ചിട്ടുണ്ട്, അതുപോലെ ബോക്സിങ്ങിനും പോയിക്കൊണ്ടിരുന്നാണ്. പിന്നെ പയ്യെ സ്റ്റോപ്പായി. അങ്ങനെ ജിമ്മിന്റെ കുറെ സാധനങ്ങൾ അറിയാമല്ലോ. അതെ, ഞാൻ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇവിടെ മെയിനായിട്ട് വന്നത്. എനിക്കൊരു 5 കിലോന്റെ 2.5 കിലോന്റെ വേണമെന്നുണ്ട്. ഇത് 2.5 കിലോന്റെ, ഇത് 5 കിലോന്റെ സംഭവം. ഈ സംഭവം മെയിനായിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്ട. ഇത് ബ്രാൻഡ് ഏതൊക്കെയാണ്? ഇത് USA യൂണിവേഴ്സൽ ബ്രാൻഡ് പറയും, യൂണിവേഴ്സൽ കമ്പനിയുടെ. ഇത് വെക്ടറിന്റെ. വേറൊരു സ്പീഡെക്സിന്റെ ഒരു ഇതുണ്ട്, പക്ഷെ അത് ഒന്ന് കയറ്റണം. അതൊക്കെയാണ് എക്സ്പീഡ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 3,500 വരെ. പണ്ട് ഞാൻ വീട്ടിൽ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അറക്കപ്പൊടി ഇല്ലേ, ഇതുപോലൊരു സംഭവം മേടിച്ചിട്ട് ഇതിന്റെ തുണി മേടിക്കാൻ കിട്ടുമായിരുന്നു. അപ്പോൾ അതിനകത്ത് അറക്കപ്പൊടി നിറച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ചേട്ടൻ കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട് പണ്ട്. നക്കിൾസ് പൊട്ടൂല, ഇവിടെ പൊട്ടും. അതെ, അത് ഇത് പിന്നെയും കുഴപ്പമില്ല. പിന്നെ നമ്മൾ വെറും കയ്യിൽ ചെയ്യണോണ്ടാണ് അങ്ങനെ. ഞാനും പണ്ട് തേക്കോണ്ട് ചെയ്ത ആളാണ്. അതല്ലേ, തൈക്കോണ്ടോ. ഇതിനൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെ വരും? നമ്മുടെ അതിന് പെർ പീസ് റേറ്റാ വരുന്നത്. ഇതിന്റെ പെർ പീസ് റേറ്റ് വരുന്നത് 639 രൂപ. ഓരോരോ വെയിറ്റിന് റേറ്റ് ഇങ്ങനെ മാറി വ്യത്യാസം വരും. വ്യത്യാസം. ഈ ടൈപ്പ് ഉണ്ട്, ഭാരങ്ങൾ ഓരോന്നോരോന്ന് കയറ്റിയിടാം നമുക്ക്. അതെ, അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ വരുന്ന ഡംബിൾസ് നിവ്യയുടെ ഡംബിൾസ് ഉണ്ട്. ഇത് നമ്മൾ നേരായിട്ട് വെക്കുന്നത്. ഇത് നിവ്യയുടെ ഡംബിൾസ് ആണ് കേട്ടോ. 1 kg, 2 kg, 3 kg, 4, 5 എല്ലാ റേഞ്ചും വരുന്നുണ്ട്. ഓക്കെ, ഇത് പിന്നെ അറിയാലോ നമ്മുടെ മറ്റേ സംഭവം അല്ലേ. അതിനകത്ത് ഇതാണോ? ഇല്ലല്ലോ, അത് സെപ്പറേറ്റ് റിംഗ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിന്റെ ബാർ താഴത്തുണ്ട്. യെസ്, അതിന്റെ ബാർ ഇവിടെ ഉണ്ട്. ഇതിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നമ്മൾ കണ്ടിട്ടില്ല, ഒളിമ്പിക്സ് ഒക്കെ കണ്ടിട്ടില്ലേ? ഈ സാധനം ഇവിടെ കയറ്റിയിട്ടിട്ട് ഒളിമ്പിക് ബാർ എന്ന് പറയുന്നത്. ഒളിമ്പിക് ബാർ. എൻ്റെ 20 കിലോന്റെ ബാർ ആയിരിക്കും. നോക്കി, ഇന്ന് എനിക്ക് വെക്കാൻ പറ്റുമെന്ന് നോക്കിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. 20 കിലോ, ഇത് വലിയ ജിമ്മന്മാർക്ക് പറ്റും.
വലിയ ആൾക്കാർക്ക് പ്രൊഫഷണൽസ് ആണ്. അവർക്ക് പറ്റിയാണിത്. ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് മേടിച്ചേക്കൊള്ളുന്നുണ്ട്. ഇതാകുമ്പോൾ വീട്ടിൽ ഇരുന്ന് സൈക്കിൾ ഓട്ടാം. വേണ്ട ക്രോസ് ട്രെയിനർ. ഇത് എയറോഫിറ്റ് അല്ലേ കമ്പനി? എയറോഫിറ്റ് എന്ന് പറയും. യെസ്, ഇത് കൊള്ളാം. ഇത് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇതാകുമ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് എക്സസൈസ് ചെയ്യാലോ. മുന്നിക്ക് ചെയ്യും. ഓ അങ്ങനെയാണോ? ഇപ്പൊ കറക്റ്റായി. ഓ ഇവിടെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ പൾസ് റേറ്റും കാലറീസും ഒക്കെ ഇത് കാണും. ഓ ഇതിനകത്ത് കാണിക്കല്ലേ? ആ ഡിസ്പ്ലേയിൽ കാണിക്കും ഒക്കെ. ഓക്കെ, ഇത് എൻ്റെ ഒരു ലിസ്റ്റിലുള്ള സാധനമാണ്. ഇതുപോലൊരു ഐറ്റം എനിക്ക് വേണം. കാരണം നമ്മൾ സ്ഥിരം ഈ ഓട്ടോ അല്ല, അപ്പോൾ ഫിറ്റ്നസ് നോക്കാണ്ടിരുന്ന പ്രശ്നം അല്ലേ. ഇത് നമ്മൾ മറ്റേ ഇത് ജിമ്മിലൊക്കെ ഉള്ളത് ബെഞ്ച് പ്രസ് എല്ലാം ഓൾ ഇൻ ഓൾ കിടന്നിട്ട് കാലും ചെയ്യാം, എല്ലാം ഉള്ളത് വെയിറ്റ് സെറ്റും ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റണ്ണിങ് ട്രെഡ്മില്ലും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ട്രക്കിങ്ങിൻ്റെ സെക്ഷനാണ്. ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് ഇരിപ്പുണ്ട്, കണ്ടാ സ്ലീപ്പിംഗ് ബാഗ്. അതുപോലെ ക്യാപ്പ്, ടെന്റ് ഉണ്ടല്ലോ. ഇത് ടെന്റ് ആണല്ലേ? ഇത് ടെന്റ്. പിന്നെ നമ്മുടെ ക്യാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ട്രാവലിംഗ് സ്റ്റൗ എന്ന് പറയും. ട്രാവലിംഗ് സ്റ്റൗ അല്ലേ? നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോയി സ്റ്റൗ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ. അതിൻ്റെ ഗ്യാസാണ്. ഇത് റീഫില്ല് ഇത് മേടിച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും കിട്ടുമോ? കിട്ടും. അപ്പോൾ ഈ സംഭവം റീഫില്ല് ചെയ്താൽ മാത്രം മതി. ഇതുകൊണ്ടോ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ കൊണ്ടുപോകാം. അടിപൊളി പരിപാടിയൊക്കെ കൊള്ളാലോ. പിന്നെ കോമ്പസ്, ദിക്ക് നോക്കുന്ന നമ്മുടെ കോമ്പസ്, ഹെഡ് ലാമ്പ്. ഓക്കെ. നമ്മുടെ എവറസ്റ്റ് ട്രക്കിങ്ങിന് എന്തായാലും ഞാൻ ഈ സാധനം കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. ട്രക്കിംഗ് സ്റ്റിക്ക് ഉണ്ട് ഇവിടെ. ട്രക്കിംഗ് സ്റ്റിക്ക്, ട്രക്കിംഗ് പോള്, ട്രക്കിംഗ് ബൂട്ട്, എല്ലാ സംഭവം ഉണ്ടല്ലോ. പിന്നെ തണുപ്പത്ത് ഉപയോഗിക്കുന്ന വിന്റർ വെയർ. ഇവിടുന്ന് ഫുൾ വിന്റർ വെയർ ആണ്. ഫുള്ള് വിന്റർ അല്ലേ? ഗ്ലൗസും ക്യാപ്സും ജാക്കറ്റ്സ് ഒക്കെ ഇവിടെ. ഓക്കെ. ഇത് വൈൽഡ് ക്രാഫ്റ്റിന്റെ ഉണ്ട്. വൈൽഡ് ക്രാഫ്റ്റ്. അതുപോലെ വാട്ടർ പ്രൂഫ് ആണത്? അതെ, വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫ് ഉണ്ട്. അതുപോലെ വൂളൻ ഗ്ലൗസ് ആണ്. വൂളൻ ഗ്ലൗസ്. പിന്നെ ജാക്കറ്റുകളാണ് ഈ സൈഡിൽ മൊത്തം. ലേഡീസിനും ജെന്റ്സിനും എല്ലാവർക്കും യൂണിസെക്സ് ആണ്. യൂണിസെക്സ് ഹുഡീസും ഉണ്ട്, ജാക്കറ്റ്സും ഉണ്ട്. ഹുഡീസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിഷിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാ, ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട്. ഇത് സ്റ്റാർട്ടിങ് എത്ര വരും? ഫിഷിങ്ങിന്റെ പല റേറ്റുകൾ ഉണ്ടാവും. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഒരു 1000 മുതൽ 2000 രൂപ മുതലുള്ള ചൂണ്ടകൾ ഇവിടെ ലഭ്യമാണ്. ഇത് കണ്ട പല വെറൈറ്റി, പല ബ്രാൻഡുകളെല്ലാം ഒന്നാണോ? അല്ലെങ്കിൽ ഷിമാനോയുടെ ബ്രാൻഡ് ഉണ്ട്, ഷിമാനോ, ദേവാന്റെ ബ്രാൻഡ് ഉണ്ട്. എൻ്റെ സൈക്കിളിന്റെ ഗിയർ ഷിമാനോ ആണ്. അപ്പോൾ അതിന്റെ ചൂണ്ട, പിന്നെ അതുപോലെയുള്ള റീൽസ് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ട. പിന്നെ ഇതൊക്കെ എന്താ ഐറ്റംസ്? ഇതൊക്കെ ബെയ്റ്റുകളാണ്. എരകള്. ഇത് തവളയുടെ സൈസ് ഉള്ളതല്ല, തവള. ഇത് പാറ്റയാണോ? ഇതിനൊക്കെ എത്ര രൂപ? 150 രൂപ, 160 രൂപ, ആ റേറ്റ് ഉണ്ട്. വെള്ളത്തിൽ ഇടുമ്പോൾ കുറച്ചുകൂടി തിളങ്ങും. അത് മീനെ അട്രാക്ട് ചെയ്തിട്ട് അതിനകത്ത് കയറി പിടിക്കും. അതാണ് സംഭവം. ഇതുണ്ടോ? അത് തവളകള്. ഞാൻ ഒരു ചൂണ്ടയുടെ സാധനം എനിക്ക് മേടിക്കണം, അതെൻ്റെ പ്ലാനിലുള്ളതാണ്. കുറച്ച് ചൂണ്ട പരിപാടി ചെയ്യണം, കുറച്ച് വീഡിയോസ് പ്ലാൻ ഉണ്ട്. പിന്നെ അപ്പുറത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് സൈക്കിളിൻ്റെ അല്ലേ? ആക്സസറീസ് മാത്രം. ഓക്കെ. സൈക്കിളിൻ്റെ ലൈറ്റുകൾ, സീറ്റുകൾ, മൺകാട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഹെൽമെറ്റ് എല്ലാം ഉണ്ട്. ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, തലയും കുത്തി വീഴുമെന്ന് അറിഞ്ഞൂടാ. ഇത് കൊള്ളാലോ. നമുക്ക് ഇതിനകത്ത് തരാൻ ഇറങ്ങിയാലോ ഇനി. ഇടയ്ക്ക് ഇങ്ങനെ തുഴയണമെന്നില്ല കേട്ടോ. അതിന്റെ ബാക്കിലൊരു ഈ സാധനം ഉണ്ടല്ലോ, നമ്മള് തുഴഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനെ തുഴഞ്ഞിട്ട് ഈ കാല് വരുമ്പോ ഇത് ബ്രേക്ക് ആണ് അതിന്റെ. അത് ബ്രേക്ക് ആയിരുന്നല്ലേ? അങ്ങനെ ബ്രേക്ക് ചെയ്യാം. അത് കൊള്ളാം. ഒരു കാല് വെച്ചിട്ട് ഒരു കാലിന് ബ്രേക്ക്. ഇതിന് എത്ര രൂപ ഉണ്ട്? 2500 to 3000 റേഞ്ച് വരും. ഇത് കൊള്ളാട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെ ടെന്റ് കണ്ട, 4 പേരുടെ ടെന്റ് കണ്ട, അത്യാവശ്യം വലിയൊരു ടെന്റാണ്. സിംഗിൾ ഉണ്ടാവൂലേ? ഇങ്ങനത്തെ 2 persons ഉണ്ട്, 6 persons ഉണ്ട്. നമ്മുടെ സിംഗിൾ ആയിട്ട് കിട്ടൂലേ? സിംഗിൾ ആയിട്ട് ഇറങ്ങുന്നില്ല എന്നുള്ളത്. 2 പേരെങ്കിലും മിനിമം വേണമെന്നാണ് പറയുന്നത്. അതുപോലെ അപ്പോൾ ഇത് റാഫ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇത് എയർ അടിക്കുന്ന ഇത് തന്നെയല്ലേ? ഇൻഫ്ലേറ്റബിൾ. ആവശ്യം ഇല്ലാത്തപ്പോൾ നമുക്ക് എയർ അടിച്ച് മടക്കി കൂട്ടി എടുത്തു വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഒരു ഭാഗം മൊത്തം മറ്റേ അപ്പാരൽസ് ആണ്. ലേഡീസിനും ജെൻസിനും പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ടീഷർട്ടുകൾ, ട്രൗസേഴ്സ്, ഷോർട്സ് ഉണ്ട്, ട്രാക്ക് പാൻസ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, 3/4 ഉണ്ട്, ടൈറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസ് ഉണ്ട്. അതൊരു ഏരിയ ഫുൾ ഉണ്ട്. ഇത് ഏതൊക്കെ ബ്രാൻഡാണ് മെയിനായിട്ട് തന്നെ? ബോവിയുടെ സ്വന്തം ബ്രാൻഡ് ഉണ്ട്, നിവ്യ ഉണ്ട്, റീബോക്ക് ഉണ്ട്, അഡിഡാസ് ഉണ്ട്, ലിനിങ് ഉണ്ട്. ഇത് ഇവരുടെ സ്വന്തം ബ്രാൻഡാണ്, ബോവിയുടെ. ഇവരുടെ തന്നെ ബ്രാൻഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെക്ഷനാണ്. പിന്നെ ജാക്കറ്റ് അല്ലേ? ജാക്കറ്റ്സ് ഉണ്ട്, സ്പോർട്സ് ജാക്കറ്റുകൾ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ ഇതാണ്. ഇനിയും ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നിരത്തി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്നും തീരില്ല. ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ മറ്റേ വേദന വരെയായിരിക്കുള്ള സംഭവം മൂവ് അതുണ്ട്, അത് വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇതാണ്. ഇനി സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. അപ്പോൾ അതിന് അങ്ങോട്ട് പോകാം. കിഡ്സ് വേൾഡ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയേക്കാണ്.
ഈ ഒരു ഫ്ലോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് കുട്ടികളുടെ ഒരു ലോകമാണ്. എൻ്റെ പുറകിലൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ പാവക്കുട്ടികൾ ഇരിപ്പുണ്ട്. ഇതിനെ വല്ല പേര് പറയാറുണ്ടോ? ടെഡി ബെയർ. ടെഡി യെസ്, അതാണ് ഞാൻ ചോദിച്ചത്, പെട്ടെന്ന് ഓർത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി വലിയ ടെഡി ഇരിപ്പുണ്ട്, കണ്ടോ? പറഞ്ഞാൽ മേടിച്ചാലോ. പിന്നെ ചെറിയ ടേബിള്, പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്ന ചെറിയ ടേബിള്. പിന്നെ അതുപോലെ മറ്റേ തീട്ടി കളിക്കുന്ന സംഭവം, സ്ലൈഡല്ലേ, എന്താ അങ്ങനെ സംഭവം. പിന്നെ ബൈക്കൊക്കെ ഇരിപ്പുണ്ടോ? അത് നോക്കിയേ, ആമ്പോ ഇത് പൊളിക്കുമല്ലോ. ഞാൻ കയറിയിരുന്ന കുഴപ്പമുണ്ടോ? ഇരുന്ന കുഴപ്പമില്ല, ഓടിച്ചപ്പോ കുഴപ്പമുണ്ടോ? ഇത് ഇലക്ട്രിക് വല്ലോ ആണോ അല്ലെങ്കിൽ തള്ളിക്കൊണ്ടോ? ബാറ്ററി ആണോ? ആ ബാറ്ററി വണ്ടിയാണ്. ചാർജ് ചെയ്ത് ഉപയോഗിക്കാം അല്ലേ? ഓക്കെ. ഇതിനൊക്കെ റേറ്റ് എത്ര വരുന്നുണ്ട്? 12 to 14,000 വരെ. ഓക്കെ, ഒരു 12,000-14,000 രൂപ റേഞ്ചിൽ വരുന്ന കുറേ ബൈക്കുകളുണ്ട്, ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ സൈക്കിളുകൾ. പിന്നെ തൊട്ടിലുണ്ട്. പിന്നെ ബൈക്ക് മാത്രമല്ല, കാറും ഉണ്ട്, ജീപ്പും കാറുകളും ഒക്കെ ഉണ്ട്. വലിയൊരു ഫാൻ കറങ്ങണമൊക്കെ പുറകില്. അത് വിൽക്കാനുള്ളതല്ല കേട്ടോ, അത് വിൽക്കാനുള്ളതല്ല. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പറ്റിയ കുഞ്ഞു കാറുകൾ അതുകൊള്ളട്ടാ, കുട്ടികളുടെ ഒരു ലോകമാണ് ഇവിടെ. ഇവിടെ ഒരു സംഭവം ഇരിപ്പുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റേ ട്രാവൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഷൂക്കേഴ്സാണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, ഇത് കിച്ചൺ സെറ്റാണ്. വേണ്ട, കുട്ടികൾക്ക് പറ്റിയ കിച്ചൻ്റെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെക്കുന്ന സംഭവങ്ങളെ. 3 വയസ്സ് കുട്ടികൾക്ക്. ഏതാ 3 വയസ്സുള്ളവർ? 3+ year. ഓക്കെ, അതിന് പറ്റിയ സംഭവങ്ങൾ. പിന്നെ ഇത് ട്രാവൽ കിറ്റാണ്, അല്ല ട്രാവൽ എന്താണ്, ട്രാവൽ ബാഗ്. ഓക്കെ, അങ്ങനത്തെ സംഭവമുണ്ട്. ഇത് അടിപൊളി. പിന്നെ ഇവിടെ പസിൽ ഗെയിംസും അങ്ങനത്തെ കുറച്ച് പിള്ളേർക്ക് പറ്റുന്ന കുറേ ഗെയിംസ് ഒക്കെ ഇല്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കണം. ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ട്, ഓട്ടോറിക്ഷകൾ. പിന്നെ അതേ ഇതുപോലത്തെ വണ്ടികൾ, JCB. ഇതെങ്ങനെ നശിപ്പിച്ചിട്ട് തോന്നുന്നു, ഇതിങ്ങനെ തന്നെയല്ലേ? അല്ലേ? ഓക്കെ, അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ കുഞ്ഞു കാറുകൾ. പണ്ട് ചെറുപ്പകാലമൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷൻ. പിന്നെ ആ ഭാഗത്ത് എന്താ ഉള്ള മറ്റേ കുഞ്ഞു പിള്ളേർക്ക് പറ്റുന്ന മറ്റേ ന്യൂ ബോൺ ബേബി പ്രോഡക്ട്സ് ആണ്. ഇതിനൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സെക്ഷൻ്റെ പേര് ന്യൂ ബോൺ ബേബി, അവർക്ക് പറ്റുന്ന ഐറ്റംസ് ആണ് അവിടെ ഉള്ളത്. ഇത് കുട്ടികൾ ബാത്ത് ടബ്, ചെറിയ കുട്ടികൾ വാക്കേഴ്സ്. ഇത് മറ്റേ പിള്ളേര് കയറ്റിയിരുത്തി ഉന്തിക്കളിക്കണ മറ്റേ വണ്ടിയില്ലേ, വോക്കർ. ഞാൻ പണ്ട് ഇതിനകത്തൊക്കെ ഇരുന്നിട്ടുണ്ടോ എന്ന് ഓർമ്മയുള്ള. പിന്നെ ബാട്ടപ്പ് ഉണ്ട്, പിള്ളേർക്ക് പറ്റിയ ബാട്ടപ്പ്, കിടന്ന് വിളിക്കാൻ കണ്ട, ചെറിയ ചെയർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്, കൊള്ളാം. ഇത് നമ്മുടെ മറ്റേ സാധനമുള്ള പൊട്ടിക്കണം, പാർട്ടി പോപ്പർ. ഇത് ബർത്ത്ഡേ ആഘോഷം അങ്ങനത്തെ സംഭവത്തിന് വേണ്ടിട്ട് വെക്കാം. ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനത്തെ സാധനങ്ങൾ, ബർത്ത്ഡേ ഡെക്കറേഷൻസ് പറ്റിയ ഐറ്റംസ്, ഇതെല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട JCB പോലെയല്ല, ഇത് റിമോട്ട് കൺട്രോൾ ഓടുന്ന JCB ആണ്. ഉണ്ടാ, ഇത് ഡ്രോണാണോ? ഡ്രോണാണ്. 80 പിള്ളേർക്ക് കളിക്കാൻ ഡ്രോണൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് എത്ര രൂപ? 3600 രൂപ വരുന്ന ഒരു ചെറിയ ഡ്രോണ്. അപ്പോൾ ഡ്രോൺ ഓടിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ സാധനമാണ്, മേടിച്ചോ. ഇത് എന്തോരം ഹൈറ്റ് പോകും, അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട്. അതിൽ ഫീച്ചേഴ്സ് കഴിഞ്ഞിട്ട് ഏജ് നോക്കിയിട്ട് കൊടുക്കാൻ പറ്റും. 14+ മാറ്റി കൊടുക്കും. ഓ, അങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് എല്ലാ പിള്ളേർക്കും കിട്ടില്ല, 14 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം ഉപയോഗിക്കുന്ന ഡ്രോണാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഡ്രോണൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഇതൊരെണ്ണം മേടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് മറ്റേ എന്താണ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് വണ്ടി ഓടിക്കാൻ പഠിക്കണ പോലെ പഠിക്കാം. അതിന് പറ്റുന്ന സാധനമാണ്. പിന്നെ പിള്ളേരുടെ മറ്റേ പാമ്പേഴ്സും സംഭവത്തിൻ്റെ സെക്ഷൻ കൂടിയാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സൈക്കിൾ സെക്ഷൻ ഈ ഒരു ഭാഗത്തുണ്ട്. ഇത് കുറച്ചും കൂടി ചെറിയ പിള്ളേർക്ക് ഓടിക്കാൻ പറ്റുന്ന സൈക്കിളുകൾ. പിന്നെ ഇവിടെ ഇരിക്കുന്ന കാറുകൾ നിസ്സാരമല്ല, ഓടിയൊക്കെയാണ് കണ്ട, ഓടിയുണ്ട്. പിന്നെ റോൾസ് റോയ്സ് ഇരിക്കണത്, റോൾസ് റോയ്സ് ഉണ്ട്, ബെൻസ്, എല്ലാ ടൈപ്പ് കാറുകളുണ്ട് കേട്ടോ. ഇത് തിമ്മിങ്കലോ അല്ലേ? ഡോൾഫിൻ അല്ല, സോറി, ഞാൻ വിചാരിച്ച തിമ്മിങ്കലം വന്നു. തലോണയായിട്ട് ഉപയോഗിക്കുന്നതാണോ അല്ലെങ്കിൽ കളിക്കുന്നതാണോ? കുട്ടികൾ കെട്ടിപ്പിടിച്ച് കിടക്കാനുള്ളത്. അങ്ങനെയല്ലേ, തലോണയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, വലിയവർക്ക് ഉപയോഗിക്കാം അല്ലേ. പിന്നെ നമ്മുടെ ടിറ്റിന് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ TT ഉണ്ട്. പിന്നെ നമ്മുടെ ഇത് ഡോറല്ലേ, ഡോറ സ്പൈഡർമാൻ. യെസ്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് മറ്റേ ഗിംബലാണ്, ഡംബലാണ്, മാറിപ്പോയി. ഗിംബൽ നമ്മുടെ മറ്റേ സാധനം അതല്ല, ഇത് ഡംബലാണ്. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പർച്ചേസും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. പിന്നെ നമ്മൾ വന്നത് ബോവിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെരിന്തൽമണ്ണല്ലേ, മാനത്തുമംഗൽ ബൈപ്പാസ് റോഡിൽ അൽഷിഫ ഹോസ്പിറ്റലിന്റെ ബിഹൈൻഡ് അൽഷിഫ ഹോസ്പിറ്റലാണ്. അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പും കൂടിയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണൂർ പോകാണ്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ മൾട്ടി ബ്രാൻഡുകളാണ്. ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കാണാൻ പറ്റും. അതിപ്പോൾ സൈക്കിളിൻ്റെ ആയാലും പിന്നെ ഓരോ ഐറ്റംസ് ആയാലും നമ്മളെല്ലാം കണ്ടില്ലേ, അത് പല പല ബ്രാൻഡുകളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കിഡ്സിനുള്ള ഏരിയ സെക്ഷൻ ഫസ്റ്റ് ഫ്ലോറിലാണ്. ന്യൂ ബോൺ ബേബീസും കിഡ്സ് സെക്ഷൻ ഫസ്റ്റ് ഫ്ലോറിലെ. ഓക്കെ, അടിപൊളി. പിന്നെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ പേര് ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ല, ബോവിഡേ എന്താ സംഭവം? ബോവിഡേ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ആനിമൽ ആണ്, വൈൽഡ് ആനിമൽ ആണ്. വൈൽഡ് ആനിമൽ, ഒരു തരം ആനിമൽ ആണ്. ഇന്ത്യയിലുള്ളതാണോ? ഇന്ത്യയിലെ തന്നെ റെയിൻഡിയേഴ്സ് പോലത്തെ വലിയ അങ്ങനെ ഉണ്ടല്ലേ, ഹ്യൂജ് ആനിമലാണ്, മാനുകളുടെ ഒരു. അതെ അതെ, എന്തായാലും ഒരു യൂണിക് നെയിമാണ് കേട്ടോ, അടിപൊളിയാണ്. ബോവിഡേ എന്നാണ് നമ്മുടെ ഈ ഒരു സ്പോർട്സ് ഷോറൂമിൻ്റെ പേര്. അപ്പോൾ പെരിന്തൽമണ്ണ ഭാഗത്തുള്ളവർക്കും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവർക്കാണെങ്കിലും ഇവിടെ വരാം. ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് EBC ട്രക്കിങ് പോകാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. മൗണ്ട് എവറസ്റ്റിൻ്റെ സാധനങ്ങൾ, ജാക്കറ്റ്, പിന്നെ ട്രക്കിംഗ് ബോൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ സൈക്കിള് എല്ലാം കണ്ടല്ലോ. ടെന്റ് ഉണ്ട്, ടെന്റ് ഉണ്ട്, പിന്നെ റാഫ്റ്റ് ഉണ്ട്, പിന്നെ ഡ്രസ്സുകൾ, എല്ലാ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനി അടുത്ത പരിപാടിക്ക് പോകാം. അപ്പോൾ കിടിലം വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം, അഡ്രസ്സും ഫോൺ നമ്പറും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ താഴ്ത്ത് കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. താങ്ക് യു.